PRO ആയി നിയമിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപം കൂടി ശക്തമാവുകയാണ്. ഇനി മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. സ്വകാര്യ ഇന്ധന പമ്പുകളുടെ ശുചിമുറി പമ്പിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമേ ഉപയോഗിക്കാനാകൂ എന്ന് ഹൈക്കോടതി മറ്റ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ലെന്നും ഇടക്കാല ഉത്തരവിറക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ ശുചിമുറി പൊതുജന ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നു നേരത്തെ. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. രേഷ്മ, ശുചിമുറി ഇനി മുതൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ല. ഇത് സംബന്ധിച്ചാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും നിർണായകമായിട്ടുള്ള നിർദ്ദേശമടങ്ങിയ ഇടക്കാല ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഈ സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ ശുചിമുറി അടക്കം അത് പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ സർക്കാർ അതിന്റെ നടപടി കൈക്കൊണ്ടിരുന്നു. അതായത് സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട് അതാത് നഗരസഭകൾ സ്റ്റിക്കർ അടക്കം പതിച്ചിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് അതോറിറ്റി നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനോ ഈ സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ ശുചിമുറി അത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ള തരത്തിൽ സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ടുള്ള നടപടികളോ കൈക്കൊള്ളാനാകില്ല. അത് നിയമവിരുദ്ധമാണെന്നും അത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇറക്കാൻ SDMന് അധികാരമില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പമ്പിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമായിട്ട് ഈ ശുചിമുറി ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇനി മുതൽ പൊതുജനങ്ങൾക്ക് ആ ശുചിമുറി ഉപയോഗിക്കാനാകില്ല. നിലവിൽ ഈ വെൽഫെയർ ലീഗൽ സർവീസ് അതോറിറ്റി, അതായത് പെട്രോളിയം ട്രേഡേഴ്സിന്റെ വെൽഫെയർ ലീഗൽ സർവീസ് അതോറിറ്റി നൽകിയ ഹർജിയിലാണെങ്കിലും പൊതുവായിട്ട് ഒരു പക്ഷേ അത് പ്രാവർത്തികമായിട്ട് വന്നേക്കാം. പ്രധാനമായിട്ട് ഇവർ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഈ പമ്പുകളോട് അനുബന്ധമായിട്ടുള്ളത് സ്വകാര്യമായിട്ടുള്ള ടോയ്ലറ്റുകളാണ്, അല്ലെങ്കിൽ ശുചിമുറികളാണ്. അവ പൊതു ശുചിമുറികളായിട്ട് മാറ്റുന്നത് ഭരണഘടനയുടെ ലംഘനമാണ്, സ്വത്തവകാശത്തിന്റെ അടക്കം ലംഘനമാണെന്നും ഈ ഒരു നടപടി, നഗരസഭയുടെ നടപടി തെറ്റാണെന്നുമായിരുന്നു ഹർജിക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. എന്തായാലും താൽക്കാലികമായിട്ടാണ് ഹൈക്കോടതി ഈ പൊതുജനങ്ങൾക്ക് സ്വകാര്യ പമ്പുകളുടെ, പെട്രോൾ പമ്പുകളുടെ ടോയ്ലറ്റുകൾ അല്ലെങ്കിൽ ശുചിമുറികൾ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അനു, ശരി രേഷ്മ.